ഹലോ കൂട്ടുകാരെ, എൻ്റെ ഏട്ടനൊരു കർഷകനാണ്. ഏട്ടൻ ഉണ്ടാക്കിയ ചീരയാണിത്. ഈ ചീര വെച്ചിട്ട് നമ്മൾ ഉപ്പേരിയല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ഇത് വെച്ചിട്ടൊരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചീരയുടെ ഇലയെടുത്തിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാം. ചീരയുടെ ഇല വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്കാണ്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 1-2 ടേബിൾ സ്പൂണ് തേങ്ങയും 3-4 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കുറച്ച് ജീരകവും. ഇത് എല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ചെറുതായിട്ട് തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. ചീര കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതും അരച്ചെടുക്കണം. എന്നിട്ട് മാവിലേക്ക് ഇട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുക. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. അത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ചീര കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ചീര അതിൽ മുറിച്ചിടാം. നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ചീര നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. നമുക്ക് ഓഫാക്കാം ഗ്യാസ്. ഇത് നന്നായി തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇതിന് നമുക്ക് അരച്ചിട്ട് വരാം. നമ്മൾ പൊടി എന്തിനാണോ കുഴയ്ക്കുന്നത് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അരപ്പ് ചീര അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് ഇത്. വെള്ളം കുറവാണെങ്കിൽ ഒരു 1-2 സ്പൂണ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. ഇതിലാണ് ഞാൻ കുഴയ്ക്കുന്നത്. ഈ പൊടിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഈ ജാറിൽ തന്നെ നമുക്ക് തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ ഉള്ള അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാം. കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും കൂടെ ഈ പൊടിയിലേക്ക് ചേർത്താം. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തിളച്ച വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ച് കുഴച്ചാൽ മതി. ഇത് കുഴക്കുന്നതിൻ്റെ കൂടെ നമുക്ക് എള്ളും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ച എള്ള്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു ഇതിലാണ് കുഴക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴക്കേണ്ടത്. പത്തിരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു ഇതിൽ തന്നെ. ഇനി നമുക്ക് നുറുക്കുണ്ടാക്കുന്ന നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അച്ചുണ്ടല്ലോ, അതിൽ നുറുക്കിൻ്റെ അച്ചിട്ടിട്ട് നുറുക്ക് ഉണ്ടാക്കാം. മാവ് നമുക്ക് കുറച്ച് ഈ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. നുറുക്കിൻ്റെ ഈ അച്ചാണ് നമുക്ക് സ്റ്റാർ അച്ച്. ഞാൻ ഇതുപോലുള്ളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതിലാണ് നുറുക്ക് ചുറ്റിച്ചു കൊടുക്കുന്നത്. ഇതിന് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം ഓരോന്നോരോന്നായിട്ട്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചീനച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് നുറുക്ക് അതിലേക്കിട്ട്
കൊരിയെടുക്കാം. ചീരയുടെ ഉപ്പേരിയൊന്നും കഴിക്കാത്ത മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കാണാം. ഇപ്പം നമ്മുടെ ചീര നുറുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ചീര വെച്ചിട്ട് ഉണ്ടാക്കിയ നുറുക്ക് നല്ല ടേസ്റ്റുമാണ്. ചീര കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ തിന്നോളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.